യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീ അത്ഭുതങ്ങൾ കാണണം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വേദഭാഗം. അതിന് യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ട് അഗ്നിജ്വാലയ്ക്ക് അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറ് മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നു. മുൾപ്പടർപ്പ് വെന്ത് പോകുന്നില്ല. വിചിത്രമായിരിക്കുന്ന ഒരു കാര്യം നടക്കുകയാണ്. വിചിത്രമായിട്ടുള്ള ഒരു കാര്യം. ശാസ്ത്രലോകം ഞെട്ടുന്ന ഒരു കാര്യം അവിടെ നടക്കുകയാണ്. ദൈവത്തിന്റെ ദാസനായ മോശ ഹോരേബ് പർവ്വതത്തിന്റെ അടിവാരങ്ങളിലൂടെ തൻ്റെ ആയിരക്കണക്കിന് ആടുകളെയും മേച്ചുകൊണ്ട് ഹോരേബിന്റെ വനാന്തരങ്ങളിലൂടെ പച്ചപ്പുൽപ്പുറങ്ങളിലൂടെ ദൈവത്തിന്റെ ദാസനായ മോശ യാത്ര ചെയ്തു വരുമ്പോൾ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം കാണുകയാണ്. കാടിന്റെ പ്രത്യേകത, കാട്ടിൽ കാറ്റടിക്കുമ്പോൾ മരങ്ങൾ തമ്മിൽ ഉരസും. അത് വിചിത്രമല്ല, അത് സാധാരണയുള്ള കാര്യമാണ്. മരങ്ങൾ തമ്മിൽ കാറ്റടിക്കുമ്പോൾ ഉരസും. ആ ഉരസുന്ന സമയത്ത് അതിൻ്റെ ചൂട് കൊണ്ട് തീ പിടിക്കുന്നത് സർവ്വസാധാരണമാണ്. അങ്ങനെ ഉൾക്കാടുകളിൽ തീ പിടിക്കും. അതിഭയങ്കരമായ കാറ്റിൽ രണ്ടും മുളകൾ തമ്മിൽ ഉരസിയാൽ തീ പിടിക്കും. അത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രകൃതി സംഭവമാണ്. അതൊരു വിചിത്രമായ സംഭവമല്ല. അതുപോലെ തന്നെ കാട്ടിലെ വൃക്ഷങ്ങളിൽ നിന്ന് പഞ്ഞി പോലെയുള്ള ചില പ്രത്യേക തരത്തിലുള്ള വസ്തുക്കൾ മരങ്ങളിൽ നിന്നും പുറത്തു വരും. ചില പ്രത്യേക കറകൾ മരങ്ങളിൽ നിന്നും പുറത്തു വരും. അത് സൂര്യന്റെ ചൂടടിച്ചിട്ട് അത് അവിടെ ഇരുന്ന് സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ ചെറിയ ഈ പഞ്ഞി പോലെയുള്ള വൃക്ഷങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ പഞ്ഞു പോലെയുള്ള സംഭവങ്ങൾ അതിശക്തമായ ചൂടിൽ കത്തി ഇലകൾക്കിടയിൽ വീണ് കരിയിലകളിൽ നിന്ന് കത്തി പടരുന്നത് സ്വാഭാവികമാണ്. കാട്ടിലേക്ക് പോകുന്ന മൃഗങ്ങളെ വേട്ടയാടാൻ പോകുന്ന ആൾക്കാർ വെടിവെക്കുന്ന സമയത്ത് ഈ വെടിയുടെ ആ ഒരു ശക്തി നിമിത്തം, വെടിയുണ്ടയുടെ ആ ഒരു എന്താ പറയുന്നത്, അതിൽ നിന്ന് പുറപ്പെടുന്ന കരിമരുന്ന് അതിൻ്റെതായ തീയിൽ നിന്നും ചില സമയത്ത് തീ പിടിക്കാറുണ്ട്. അതുപോലെ കാട്ടിലൂടെ മൃഗങ്ങളെ ഓട്ടിക്കുവാൻ വേണ്ടി ആനകളോ സിംഹങ്ങളോ വന്നാൽ കാട്ടിലെ ആൾക്കാർ തന്നെ തീയിട്ട് ഇതിനെ ഓട്ടിക്കാറുണ്ട്. ഇതൊന്നും വിചിത്രമല്ല. ആ സമയത്ത് സംഭവിക്കുന്ന ഏരിയ മുഴുവൻ കത്തിപ്പടരും, ലാസ്റ്റ് ചാമ്പലാകും. പക്ഷെ മോശ നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ ഒരു തീ പിടിക്കുന്നുണ്ട്. പക്ഷെ തീ പിടിച്ച് മോശ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തീ പിടിക്കുന്നതല്ലാതെ വെന്തു പോകുന്നില്ല. തീ പിടിക്കുന്ന വൃക്ഷം വെന്തു പോകുന്നില്ല. തീ പിടിക്കുന്ന വൃക്ഷം കരിഞ്ഞു പോകുന്നില്ല. തീ പിടിക്കുന്ന വൃക്ഷം കരിഞ്ഞ് ചാമ്പലാകുന്നില്ല. ഇതാ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂരവേ നിന്ന് ആൾക്കാർ നോക്കുമ്പോൾ തീ പിടിക്കുന്നുണ്ട്. നിന്റെ തലമുറയിൽ തീ പിടിക്കുന്നുണ്ട്. നിന്റെ കുടുംബ ജീവിതത്തിൽ തീ പിടിക്കുന്നുണ്ട്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആളിക്കത്തുന്ന തീ പിടിക്കുന്നുണ്ട്. മാരക രോഗത്തിന്റെ തീ പിടിക്കുന്നുണ്ട്. കടഭാരത്തിന്റെ തീ പിടിക്കുന്നുണ്ട്. വെല്ലുവിളികളുടെ തീ പിടിക്കുന്നുണ്ട്. പക്ഷേ കത്തി ചാമ്പലാകുന്നില്ല. തീ പിടിക്കുന്നുണ്ട്, പക്ഷെ ചാരമാകുന്നില്ല. രോഗം കേറുന്നുണ്ട്, പക്ഷെ ചാരമാകുന്നില്ല. നിന്നെ മണ്ണിൽ നിന്നെടുത്തിരിക്കുകയാൽ നിന്നെ മണ്ണിനോട് ചേരുമെന്നുള്ള പ്രമാണം നടക്കുന്നില്ല. എന്നത് എനിക്കറിയത്തില്ല. ഡോക്ടേഴ്സ് വിധി എഴുതി, ലോകക്കാർ വിധി എഴുതി, ബന്ധുക്കൾ വിധി എഴുതി, ചർച്ചക്കാർ വിധി എഴുതി, പക്ഷേ ചാരമാകുന്നില്ല.
കരമടിച്ചാരാപിച്ചോ. ഏതൊക്കെയോ ചില കുടുംബങ്ങളിൽ അവിശക്തമായ ദൈവത്തിന്റെ കരം ഇന്ന് പകലിൽ ഇവനകത്ത് ചലിക്കുകയാണ്. ആത്മാവിന്റെ വലിയ വിടുവ്, ആത്മാവിന്റെ തിരുസാന്നിധ്യം, ദൈവകൃപയുടെ ഭയങ്കര കൃപ ഇന്ന് പകലിൽ ഇവനകത്ത് ചലിക്കുന്നു. നീ ഒരു വിചിത്രമാണ്, നീ ഒരു വിചിത്രമായ സംഭവമാണ്, നീ വിചിത്രമായ ഒരു സംഭവമാണ്, നീ ഒരു വിചിത്രമാണ്. നിന്റെ ജീവിതം ഒരു വിചിത്രമാണ്, നിന്റെ കുടുംബം ഒരു വിചിത്രമാണ്, നിന്റെ വ്യക്തിപരമായ ജീവിതം ഒരു വിചിത്രമാണ്. കാരണം ആളിക്കത്തുന്ന തീയിൽ നാട്ടുകാർ കരുതിയവർ, ബന്ധുക്കൾ കരുതിയവർ, ചാർച്ചക്കാർ കരുതിയവർ നീ വെന്തുപോകുമെന്ന് കരുതി. പക്ഷേ സർവശക്തനായ ദൈവം തീ കത്തുന്നുണ്ട്, ആളിക്കത്തുന്നുണ്ട്, പക്ഷെ ചാരമാകുന്നില്ല. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇന്ന് വിടുതലിന്റെ ദിനമാണ്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വന്ന രോഗം വേറെ ഒരാൾക്ക് ഇതിനേക്കാൾ കുറഞ്ഞു വന്നു, അവർ ചാരമായി പോയി. നിന്റെ ജീവിതത്തിൽ വന്ന പ്രശ്നത്തെക്കാൾ ചെറിയ പ്രശ്നങ്ങൾ ചിലരുടെ ജീവിതത്തിൽ വന്ന് അവർ തൂങ്ങി മരിച്ചു, അവർ ചാരമായി അഗ്നിയിൽ എരിഞ്ഞടങ്ങി. നിന്നേക്കാൾ വലിയ കടക്കാരുടെ ആത്മഹത്യ ചെയ്തു, നിന്നേക്കാൾ കടക്കാരൻ 2 ലക്ഷം രൂപയുടെ കടക്കാരൻ ആത്മഹത്യ ചെയ്തു. 10 ലക്ഷം രൂപയുടെ കടക്കാരനായ നീ ആ തീക്കകത്ത് നൃത്തം ചെയ്യുന്നതിന്റെ കാരണം നിന്റെ കഴിവ് കൊണ്ടല്ല. ഈ തീയെ ജയിപ്പിക്കുന്ന ഒരു അഭിഷേകം, ദൈവത്തിന്റെ കരുത്തിന്റെ വിടുവൽ, ഈ പ്രതിസന്ധിയുടെ മടുവിൽ, ഈ പോരാട്ടത്തിന്റെ മടുവിൽ നീ നിൽക്കുന്നതിന്റെ ഒരൊറ്റ കാരണം മറ്റൊന്നുമല്ല. ആളിക്കത്തുന്ന തീയിൽ നീ എരിഞ്ഞു പോകാത്തതിന്റെ കാരണം ദൈവത്തിന്റെ ഗ്രേസ്, ദൈവത്തിന്റെ ഗ്രേസ്. ഗോഡ് ഈസ് ഗ്രേസ്, ദൈവത്തിന്റെ ഗ്രേസ്, ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ചലിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ ചലിക്കുന്നത് കൊണ്ട് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഈ തീയ നിന്നെ തൊടാൻ പറ്റത്തില്ല. ദൈവത്തെ വിളിക്കുന്നവനും ദൈവത്തെ വിളിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ആരാധനയ്ക്ക് വരുന്നവനും ആരാധനയ്ക്ക് വരാത്തവനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവനും യേശുക്രിസ്തുവിനെ ആരാധിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഈയിടയ്ക്ക് നടന്ന ഒരു ആത്മഹത്യ കുറിപ്പിൽ എഴുതിയിരുന്നു, 5 ലക്ഷം രൂപയുടെ കടക്കാരനാണ് ഞാൻ, എനിക്ക് വീട്ടാൻ നിവർത്തിയില്ല, ഞാൻ സ്വതവേ ആഗ്രഹിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എൻ്റെ ഭാര്യയോ കുഞ്ഞുങ്ങളോ ബന്ധുക്കളോ ചർച്ചക്കാരോ എൻ്റെ ഓഫീസിലോ ജീവനക്കാരോ ഇതിന് സാക്ഷികളല്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായി കടഭാര നിമിത്തം ആത്മഹത്യ ചെയ്തു. അവൻ്റെ പോക്കറ്റിൽ നിന്ന് ആത്മഹത്യയുടെ കുറിപ്പെടുത്ത് SI വായിച്ചു. 5 ലക്ഷം രൂപയുടെ കടക്കാരൻ ആത്മഹത്യ ചെയ്യുമ്പോൾ 25 ലക്ഷം 50 ലക്ഷം രൂപയുടെ കടക്കാരൻ, അതിനേക്കാൾ കൂടുതൽ കടക്കാരനായ പെന്തിക്കോസുകാരൻ, പ്രാർത്ഥിക്കുന്നവൻ, ആരാധിക്കുന്നവൻ സഭയിൽ വന്ന് നൃത്തം ചവിട്ടുമ്പോൾ എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ആ തീയല്ലേ നിന്റെ മേലും ആളിക്കത്തുന്നേ? ആ കടഭാരത്തിന്റെ തീയല്ലേ നിന്റെ മേലും ആളിക്ക? നീ എന്താ ആത്മഹത്യ ചെയ്യാത്തത്? നീ എന്താ തകരാത്തത്? നീ എന്താ ഉടയാത്തത്? അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം ആരോളോ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവ ബൈബലാണ്. പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നൊരു ദൈവമുണ്ട്, എൻ്റെ ഉപവാസത്തിന് മറുപടി വരുന്നൊരു ദൈവമുണ്ട്, എൻ്റെ കണ്ണുനീരിന് മറുപടി വരുന്നൊരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനുണ്ട്, ദൈവദാസന്മാരുണ്ട്. എന്നെ ദൈവം കൈവിടുകയില്ല. ഹൃദയം ഉറങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സു തകർന്നവരെ അവൻ വിടുവിക്കുന്ന ദൈവമാണ്. മനസ്സ് തകർന്നവരെ വിടുവിക്കുന്നവനാണ്. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്താൻ ധൈര്യമായി. ഈ തീ നിന്നെ തൊടുകയില്ല, ഈ തീ നിന്നെ തൊടുകയില്ല. ഇപ്പോൾ നിന്റെ കുടുംബത്തിൽ, നിന്റെ കൂടാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന തീ, നിന്റെ ജീവിതത്തിൽ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന തീ നാട്ടുകാർ കണ്ടെന്നിരിക്കും, വീട്ടുകാർ കണ്ടെന്നിരിക്കും, ഓരോ പർവ്വതം മുഴുവനും കണ്ടെന്നിരിക്കും, ലോകം മുഴുവനും കണ്ടെന്നിരിക്കും, വ്യക്തികൾ മുഴുവനും കണ്ടെന്നിരിക്കും. ഇപ്പോഴത്തെ തീ സകലവരും കണ്ടെന്നിരിക്കും. പക്ഷേ നിന്റെ രോമത്തെ, നിന്റെ രോമത്തെ, നിന്റെ രോമത്തെ, നിന്റെ രോമത്തെ കരിക്കുവാൻ, നിന്റെ രോമത്തെ തൊടാൻ എന്റെ ദൈവം അനുഭവിക്കുകയില്ല. ആ തീക്കകത്തവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്.
ബാബേലിലെ നെബൂഖദ്നേസർ രാജാവ് ഒരു വിളംബരം ചെയ്തു. കിന്നരം, വീണ തുടങ്ങിയ വാദ്യ ഉപകരണങ്ങൾ വായിക്കുന്ന സമയത്ത് അവിടെ നാട്ടിയിരിക്കുന്ന സ്വർണ്ണ വിഗ്രഹത്തെ, ബിംബത്തെ ആരാധിക്കണം. ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന പ്രവാസികളായി കഴിയുന്ന 3 ബാലന്മാര് പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രമാണം തന്നിട്ടുണ്ട്. ആകാശത്തിന്റെ കീഴിൽ, അതിന്റെ മുകളിൽ ഒരു ദേവനെയോ ഒരു ദേവിയെയോ വിഗ്രഹത്തെയോ ഉണ്ടാക്കി നമസ്കരിക്കാൻ പാടില്ല എന്ന് മോശയുടെ കാലത്ത് ഞങ്ങൾക്കൊരു പ്രമാണം തന്നിട്ടുണ്ട്. പ്രമാണത്തിൽ നിൽക്കുന്നവനെ തീ തൊടൂല. സ്തോത്രം പറഞ്ഞേ. ദൈവത്തിന്റെ പ്രമാണത്തെ നിൽക്കുന്നവനെ പിശാച് തൊടുകയില്ല. ദൈവത്തിന്റെ പ്രമാണത്തിനെതിരെ, ദൈവത്തിന്റെ പ്രമാണത്തിൽ നിൽക്കുന്നവനെതിരെ ആരെങ്കിലും കഴുകുമരം ഉണ്ടാക്കിയാൽ, ഞാൻ നിന്നോടൊരു വെളിപ്പാട് പറയാം, നീ ഉണ്ടാക്കിക്കോ. കഴുകുമരം ഉണ്ടാക്കടാ പിശാചേ, നീ ഉണ്ടാക്കിക്കോ. കഴുകുമരം ഉണ്ടാക്കിക്കോ. പ്രാർത്ഥിക്കുന്നവനെതിരെ നീ കഴുകുമരം ഉണ്ടാക്കിക്കോ. തേക്കിലോ അല്ലെങ്കിൽ ഏത് വലിയ മരത്തിനു വേണമെങ്കിലും, ചന്ദന മരത്തിലോ തേക്കുമരത്തിലോ ലോകപ്രകാരമുള്ള ഏറ്റവും വിലപിടിപ്പുള്ള മരത്തിലോ നീ ദൈവജനത്തിനെതിരെ കഴുകുമരം ഉണ്ടാക്കിക്കോ. പക്ഷേ ആരെ തൂക്കണമെന്ന് തീരുമാനിക്കേണ്ടത് താങ്കളല്ല. പിന്നെ അമ്മയുടെ ഗർഭപാത്രത്തിന് വെച്ച് ഉരുവാകുന്നവന് മുമ്പ് പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവവൈമനു വേണ്ടി ദൈവം ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്, ആയുസ് എഴുതി വെച്ചിട്ടുണ്ട്. ആരുടെ മേൽ തൂക്കണമെന്ന് അത് ദൈവം തമ്പുരാൻ തീരുമാനിച്ചുകൊള്ളൂ. നീ ആഭിചാരം ചെയ്തോ, ശുദ്രം ചെയ്തോ, ഗൂഢാലോചന ചെയ്തോ, എന്തോ പരിപാടികൾ വേണമെങ്കിലും ചെയ്തോ, എന്നാ കുഴി വേണമെങ്കിലും നീ കുഴിച്ചോ, എന്നാ പരിപാടി വേണമെങ്കിലും നീ ചെയ്തോ, ഞങ്ങൾക്കത് വിഷയമല്ല. ആരെ കഴുകുമരത്തിൽ തൂക്കണമെന്ന് തീരുമാനിക്കേണ്ടത് താങ്കളല്ല. ആഴിയും ഊഴിയും അണ്ടകടാകങ്ങളെ ഉണ്ടാക്കിയ ഒരു സൃഷ്ടാവുണ്ട്, ഒരു ദൈവമുണ്ട്. ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഞങ്ങൾക്കൊരു കർത്താവുണ്ട്, ഞങ്ങൾക്കൊരു രക്ഷിതാവുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയുടെ കൊലുമരത്തിൽ പകർക്കപ്പെട്ട ഒരു യേശുവുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പകർക്കപ്പെട്ട ഒരു ദൈവമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി കഴുകുമരത്തിൽ ശാപമായി മാറിയോ ഒരു യേശു ഞങ്ങൾക്കുണ്ടടാ. ദുഷ്ട പിശാചേ, നിനക്ക് ഞങ്ങളുടെ രോമത്തെ തൊടാൻ കഴിയുകയില്ല. ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിടുതലിന്റെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജയത്തിന്റെ ദിവസമാണ്. ഞങ്ങളിന്ന് ജയഭേരി മുഴക്കും. ഞങ്ങളിന്ന് ജയത്തിന്റെ കൊടി വിന്നി പാറിപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ മദിരാശികളെ ഞങ്ങൾ പൂട്ടും, കഞ്ചാവ് കേന്ദ്രങ്ങളെ ഞങ്ങൾ അടച്ചുപൂട്ടും. റോക്കം റോളിന്റെ താഴെപ്പിഴകളിൽ യൗവനത്തിന്റെ ചിറകുകൾ കരിഞ്ഞ ഒരു തലമുറയെ ഞങ്ങൾ പിടിച്ചടക്കും. പട്ടണം ഞങ്ങൾ പിടിച്ചടക്കും. വേഷം ഞങ്ങൾ പിടിച്ചടക്കും. ഹല്ലേലൂയ. പട്ടണം ഞങ്ങൾ പിടിച്ചടക്കും. വേഷം ഞങ്ങൾ പിടിച്ചടക്കും. വിശ്വസിക്കുന്നവർ ആരാപിച്ചു കയറിക്കോ. പിശാചിന്റെ മണ്ഡലങ്ങളെ ഞങ്ങൾ തോണ്ടിയെറിയും. അവന്റെ അടിസ്ഥാനങ്ങളെ ഞങ്ങൾ തോണ്ടിയെറിയും. മന്ത്രവാദത്തിന്റെ കുടുമാടം ഞങ്ങൾ വെട്ടും. യേശുവിന്റെ നാമത്തിൽ ഇരുളിന്റെ ആധിപത്യങ്ങളെ ഞങ്ങൾ വെട്ടും. ഞങ്ങളുടെ യേശു മരിച്ചവനല്ല, ഞങ്ങളുടെ യേശു ഉയർത്തെഴുന്നേറ്റവനാണ്. ഞങ്ങളുടെ യേശു കല്ലറി ഉറങ്ങുന്നവനല്ലോ, ഞങ്ങളുടെ യേശു ഉയർത്തെഴുന്നേറ്റവനാണ്. ഞങ്ങളുടെ യേശു ഉയർത്തെഴുന്നേറ്റവനാണ്. ഞങ്ങളുടെ യേശു ഉയർത്തെഴുന്നേറ്റവനാണ്. ആണ് ആണ് ആണ്. രോഗശാന്തി വ്യാപരിക്കുന്നു. രോഗശാന്തി. രോഗമുള്ളവർ കരമടിച്ച് ആരാധിച്ചു കൊള്ളണം. ഇന്ന് രോഗശാന്തി. നിന്റെ ശരീരത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അന്യ രോഗശക്തി നിന്റെ ശരീരത്തെ ചാമ്പലാക്കാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗാത്മാവ് നിന്റെ മണ്ണിലോട്ട് ചാരമാക്കാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. രോഗം കത്തട്ടെ, പക്ഷെ നീ ചാകത്തില്ല. രോഗ അണുക്കൾ ചാകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ
അസ്ഥികളിൽ, മജ്ജകളിൽ, മാംസപേശികളിൽ ദൈവകൃപയുടെ എവിടെയൊക്കെയോ പിശാചിന്റെ അടിവേര് ഈ രാവിലെ അഴിഞ്ഞിറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ ആളിക്കത്തുന്ന ചൂട്ടിൽ, ആളിക്കത്തുന്ന വിറവ് കമ്പിൽ പഴുവാരക്കിരിക്കാൻ കഴിയാത്തതുപോലെ ദൈവത്തിന്റെ കൃപയുടെ വ്യാപാര ശക്തി ആളിക്കത്തുന്ന ബോഡികളിൽ ദൈവത്തിന്റെ വ്യാപാരം ഇറങ്ങി വരുന്നു. യേശുവിന്റെ നാമത്തിൽ ലോകം നോക്കുന്നു, ആളിക്കത്തുന്നു. ലോകം നോക്കുന്നു, പുക പൊങ്ങുന്നു. ലോകം നോക്കുന്നു, തീ ആളിക്കത്തുന്നു. പക്ഷേ വെന്തു പോകുന്നില്ല. 2018 വെന്തുപോകുമെന്ന് കരുതി, 2017 വെന്തുപോകുമെന്ന് കരുതി, 2016 വെന്തുപോകുമെന്ന് കരുതി, 2019 നാലാമത്തെ മാസവും വെന്തുപോകും, ചകരമാകുമെന്ന് വിധി എഴുതിയവന്റെ മുന്നിൽ ദൈവം എന്റെ ജീവനോട് പുറത്തിറക്കുന്ന ദൈവകൃപയുടെ ഭയങ്കര വിടവ് ആത്മമണ്ഡലത്തിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ആരാധിച്ച് കയറിക്കോ. ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. ചിലർ നിന്നെ നോക്കി പറയും നിന്നെ അങ്ങ് ഒതുക്കി കളയുമെന്ന്. നീ പറ, ഒതുക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് ദൈവമാണ്, ഒതുങ്ങേണ്ടത് തീരുമാനിക്കേണ്ടത് ദൈവമാണ്. ഒതുക്കുമെന്നോ കാല് വെട്ടുമെന്നോ കൈ വെട്ടുമെന്നോ തല വെട്ടുമെന്നോ ഒക്കെ നിനക്ക് പറയാം. കാരണം നിനക്ക് നാക്ക് കിടക്കുകയല്ലേ, നിനക്ക് തൊണ്ട കിടക്കുകയല്ലേ, അതുകൊണ്ട് നിനക്ക് പറയാം. പക്ഷേ എൻ്റെ രോമത്തെ തൊടണമെങ്കിൽ എൻ്റെ രക്ഷിതാവിൻ്റെ അനുവാദം വേണം. ദൈവത്തിന്റെ ദൂതന്മാരുടെ കൂടെ ഒരുത്തനും കൂടെ കയറി ചെന്ന്, അവന്റെ പേരാണ് സാത്താൻ. ദൈവം ചോദിച്ചു, എടാ പിശാചേ, നീ എന്തിനിവിടെ വന്നു? നീ എവിടെ പോയിട്ട് വരുന്നു? അപ്പോൾ പിശാചു പറഞ്ഞു, ഞാൻ ഊടാടി സഞ്ചരിച്ചിട്ട് വരികയാണ്. അപ്പോൾ ദൈവം ചോദിച്ചു, നീ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോ? ചിലതിൻ്റെ മേലൊക്കെ പിശാചിന് ദൃഷ്ടിയുണ്ട്. പിശാച് വിചാരിക്കുന്നത് ദൈവമൊന്നും അറിയുന്നില്ലെന്ന. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണ് ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചുട്ടുപൊള്ളുന്ന ഈ അന്തരീക്ഷത്തിൻ്റെ നടുവിൽ ഞായറാഴ്ച പകൽക്കാലം 100,000 കാര്യങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാം മാറ്റിവെച്ച് ആലയത്തിനകത്ത് പ്രാർത്ഥിക്കാൻ വന്ന നിന്നെ കരുതുന്ന, സൂക്ഷിക്കുന്ന ഒരു കണ്ണുണ്ട്. ഗലീല കടലിലെ തിരമാലകൾ കരുതി അരുമനാഥൻ ഉറങ്ങുകയല്ലേ, അങ്ങ് ഒതുക്കിക്കളയാം. അത് നിന്റെ വ്യാമോഹമാണടാ ദുഷ്ട പിശാചേ. ഓ, ഗലീല കടലിലെ തിരമാലകൾ വിചാരിച്ചു ഒതുക്കിക്കളയാം, ഒതുക്കിക്കളയാം, അടിച്ചു മലത്തിക്കളയാം, അടിച്ചുടച്ചു കളയാം, തിരകളിന്റെ കൈകളിൽ ഒതുക്കിക്കളയാം. ഹല്ലേലൂയ. ഗബരദേശത്ത് നിന്ന് അലറി അടിച്ചു വരുന്ന, ഗലീല കടലിലൂടെ ഒഴുകി പൊങ്ങി കയറി വരുന്ന താമൻ കൊടുങ്കാറ്റ് വിചാരിച്ചു പടകിൽ കിടന്ന് ഉറങ്ങുകയല്ലേ, ഒതുക്കിക്കളയാം. അത് നിന്റെ വ്യാമോഹമാണടാ ദുഷ്ട പിശാചേ. നീ പദ്ധതി ഇട്ടപ്പോൾ തന്നെ നീ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ദൈവം നിന്റെ പദ്ധതിയെ അറിഞ്ഞു. നീ വിചാരിക്കുന്നത് യേശു ഉറങ്ങുന്നല്ലേ? യേശു അങ്ങനെ ഉറങ്ങത്തൊന്നുമില്ലടാ ദുഷ്ട പിശാചേ. നീ പറയണം, ചിലപ്പോൾ ചിന്തിക്കും കൊടുങ്കാറ്റ് ചിന്തിച്ചു ആൾ ഉറങ്ങുകയാണ്, ആമേ തിരമാലകൾ ചിന്തിച്ചു ഉറങ്ങുകയാണ്. ഇല്ല, നിന്റെ തോന്നലാണ് ഉറങ്ങലെന്ന്. തൻ്റെ ജനത്തിനു വേണ്ടി എഴുന്നേൽക്കുന്നൊരു ദൈവമുണ്ട്. തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു ദൈവമുണ്ട്. തൻ്റെ ജനത്തിനു വേണ്ടി ഓ ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. എന്റെ യേശുവിന്റെ കൈ നിനക്ക് ഭാരമായി മാറാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നവന്റെ മണ്ഡലത്തിൽ നിന്ന് നിന്റെ ചെങ്കോൽ എടുത്തു മാറ്റണം. പിശാചേ, രാത്രിയിലെ ഭയം നിന്നെ തൊടുകയില്ല,
പകലുപറക്കും അസ്ത്രം നിന്നെ തൊടുകയില്ല. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി നിന്നെ തൊടുകയില്ല. ഒരു സംഹാരകനും നിന്നെ തൊടുകയില്ല. ഒരു ബാലസിംഹവും നിന്നെ കടിച്ചു കീറത്തില്ല. ഒരു പെരും പാമ്പും നിന്നെ തൊടുകയില്ല. ഒരു ദുഷ്ടശക്തിയും നിന്നെ തൊടുകയില്ല. ഒരു പോരിന്റെ ശക്തിക്കും നിന്റെ ആയുസ്സിനെ തൊടാൻ പറ്റുകയില്ല. എത്ര തീ ആളിക്കത്തിയാലും പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ പറ്റത്തില്ല. ആരാധിക്കുന്നവന്റെ കൂടെ ദൈവമുണ്ട്. നീ കത്തിക്കുമ്പോൾ നീ കത്തിച്ച പന്തം കത്തിയാലല്ലേ, നീ തീപ്പട്ടി ഉരച്ചാൽ നിന്റെ ശരീരം കത്തിപ്പിടിക്കാതെ നീ സൂക്ഷിച്ചു കൊള്ളണം. ഞാൻ എന്തിനാണെന്നറിയാൻ പറഞ്ഞത്? നിന്നെ ആരെങ്കിലും ഒതുക്കുമെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞോ, നീ ഒതുക്കുകയോ നീ തലവെട്ടുകയോ നീ എന്നാണോ ചെയ്യുമെന്ന് പറ. പക്ഷേ നിന്നെ തൊടാൻ നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ അധികാരമില്ലാതെ നിന്നെ തൊടാൻ കഴിയത്തില്ല, നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ദൈവം ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഉടാടി സഞ്ചരിച്ചിട്ട് വരികയാണ്. സ്തോത്രം. ഒരിക്കൽ പത്രോസിനെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, പത്രോസ്, നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ പിശാച് എന്നോട് അനുവാദം ചോദിച്ചു. നീ ഈ കറുത്ത ബൈബിൾ എടുക്കുന്നവനെങ്കിൽ നിന്റെ രോമത്തെ ഒരുത്തിക്ക് തൊടണമെങ്കിൽ ഉടയ തമ്പുരാന്റെ അനുവാദമില്ലാതെ തൊടാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അടുത്തിരിക്കുന്ന കൈ പിടിച്ച് ഒരാമേനെന്ന് പറഞ്ഞ്. വെടിവെച്ച ചാവത്തില്ലെന്നാന്ന് ഉപദേശി പറഞ്ഞ്. പൊട്ടക്കണ്ണ, നീ വെടിവെച്ചാൽ ഉന്നം പിഴച്ചാൽ എന്നാ ചെയ്യും? ചില കുടുംബങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ നുഴഞ്ഞു കയറിയ ദുഷ്ടപിശാചിനെ വലിച്ചു കീറി ഇന്ന് രാത്രി ദൈവകൃപയുടെ സാന്നിധ്യം. ഓ, അനർത്ഥങ്ങൾ വഴിയിലുണ്ട്, അനർത്ഥങ്ങൾ യാത്രകളിലുണ്ട്, പാമ്പുകൾ വഴിയിൽ മാളങ്ങളിലുണ്ട്, ചവിട്ടുന്ന കരിയിലെ കിടയിൽ മൂർഖനുണ്ട്. നിന്നെ തൊടാതിരിപ്പാൻ ഇന്നത്തെ ദൂതൊരു കവചമായി മാറട്ടെ. ഇന്നത്തെ ദൂത് നിന്റെ കുടുംബത്തിൽ വിടുതലായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പതിയിരിക്കുന്ന പതിയിരിപ്പിന്റെ പതിപ്പോരുകൾ ആത്മമണ്ഡലത്തിൽ ഉടഞ്ഞു മാറുന്ന ആത്മമണ്ഡലത്തിന്റെ വിടുതൽ. ഹല്ലേലൂയ. പിശാചിനോട് ദൈവം പറഞ്ഞു, അവന്റെ ജീവനെ തൊടരുത്. പിശാച് കൈയടിച്ചൊടിച്ചിട്ടവർ ഇവിടെ ഇരിപ്പുണ്ട്. കൈ ഉയർത്തണ്ട. പിശാച് കൈയൊടിച്ചിട്ടവർ ഇവിടെ ഇരിപ്പുണ്ട്. പിശാച് മാന്തിയ മുഖങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. മുഖത്തോട് മുഖം നോക്കണ്ട. പിശാച് മാന്തിയ മുഖങ്ങൾ. ഒരു 2-3 മാസം മുമ്പ് മുഖം എന്നാ മുഖമായിരുന്നു, ഇപ്പം നോക്കി മാന്തി വെച്ചിരിക്കുന്നു. എന്നാ മുടിയായിരുന്നു, തറയിൽ കിടന്ന് ഇങ്ങനെ എഴയുമായിരുന്നു. ഇപ്പം നോക്കി തിരുപ്പം 1 പിന്നെ 2 3 കെട്ടി ഫാനിൻ്റെ കീഴിലൊക്കെ ഇരുന്ന് സൂക്ഷിച്ച് ആരാധിച്ചില്ലെങ്കിൽ തിരുപ്പങ്ങൾ പറന്ന് ഫാനിൽ ലീഫിൽ കയറി പിടിച്ചാൽ എന്നെ ഒന്നും പറയരുത്. ഫാന് കേടായാൽ ഫാന് നന്നാക്കിട്ട് പോകുകയും വേണം. എന്നാ മുടിയായിരുന്നു, എഴയുമായിരുന്നു. ഷാജി നിന്റെ മുടിയെല്ലാം കത്തിരിച്ചു കളഞ്ഞു. പക്ഷെ നിന്റെ ജീവനെ തൊട്ടില്ല, എങ്കിലും ആയുസ്സിനെ തൊട്ടില്ല. ഷാജ് മാന്തിയ മാന്തലിൽ കുറച്ച് ബലഹീനതകൾ ബുദ്ധിയിലും ശക്തിയിലും ശരീരത്തിലും കഴിവുകളും വന്നതിൻ്റെ കാരണത്താൽ നമ്മൾ ചിലർ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയെന്നൊക്കെ വന്നാലും ആയുസ്സിനെ തൊടാൻ എൻ്റെ യേശു അനുവദിച്ചിട്ടില്ല. എന്നാ വണ്ണമുള്ള ആൾക്കാരായിരുന്നു പലരും. ഇപ്പം എല്ലാം തോലുകളൊക്കെ ആയിരിക്കുകയാണ്. ഷുഗറും BP ഒക്കെ പിടിച്ചൊരു വല്ലാത്ത പരുവത്തിനൊക്കെ ആയി. എന്നാ ഗ്ലാമർ താരങ്ങളായിരുന്നു ചിലര്. ഓ, മമ്മൂട്ടിയൊന്നും അടുത്ത് വരത്തില്ലായിരുന്നു, മോഹൻലാലൊന്ന് ദൂരെ പോകുമായിരുന്നു. ഇപ്പം കവളൊക്കെ ഒട്ടി, പല്ലൊക്കെ ഇങ്ങനെ തള്ളി, കണ്ണൊക്കെ ഇങ്ങോട്ട് കുഴുങ്ങി. ഇന്നയോട് സ്തോത്രം, ഹെയർ സ്റ്റൈലൊക്കെ അങ്ങ് പോയി. എന്നാ വരവാ, പള്ളിക്കകത്ത് കയറി വന്നുകൊണ്ടിരുന്നേ. ഇപ്പം എഴുതിയെടുക്കാൻ വയ്യാത്ത പോലെ നിന്റെ കുടുംബജീവിതത്തെ തൊട്ടു, ഭാവിയെ തൊട്ടു, നിന്റെ ജോലിയെ തൊട്ടു. നിന്റെ ജോലിയെ നശിപ്പിച്ചു. നിന്റെ കുഞ്ഞിനോട് പോരാടി, ഒരുപാട് പോരാട്ടം കടത്തിവിട്ടു. പക്ഷേ
മൃഗത്തെ കൊണ്ടുപോയി, ആടിനെ കൊണ്ടുപോയി, മാടിനെ കൊണ്ടുപോയി, വീട്ടു വളർത്തിയ പലതിനെയും കൊണ്ടുപോയി. ഒരു ഡസൻ മുട്ടയിടുന്ന കറുത്ത കോഴിയെ പിശാച് കൊണ്ടുപോയി. പക്ഷേ നിന്റെ ജീവനെ തൊടാൻ അനുവദിച്ചില്ല. മന്ത്രവാദം ചെയ്തൊരിക്കുന്ന മന്ത്രവാദി 90 പറഞ്ഞു, 110 പറഞ്ഞു. ഇതിപ്പോൾ 510 നീ ചാകുന്നില്ല. മന്ത്രവാദിക്കും ടെൻഷൻ, ചെയ്തവനും ടെൻഷൻ, എല്ലാവർക്കും ടെൻഷൻ. എന്നാ കാരണം? എടാ ദുഷ്ട പിശാചെ തൊടണമെങ്കിൽ ഉയരത്തിൽ അനുവാദം വേണം. ആയുസ്സിനെ തൊടാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞ്. എന്നാ വേണോ നീ കാണിച്ചോ, പക്ഷേ ആയുസ്സിനെ തൊടാൻ പറ്റുകയില്ല. ദൈവം പറഞ്ഞു അവന്റെ ആയുസ്സിനെ മാത്രം തൊടരുത്. നേരെ തൊട്ടോ 5000 രൂപ നീ അടിച്ചോണ്ട് പോയാൽ 50 ലക്ഷം തരാൻ എന്റെ ദൈവത്തിന് കഴിയും. കൈ ഒടിച്ചോ, ദൈവം തമ്പുരാൻ കൈ നേരെയാക്കാൻ അവന്റെ അടിപ്പിടരന് കഴിയും. മൃഗസമ്പത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയോ? മൃഗസമ്പത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ഡസൻ കണക്കിന് തൊഴുത്തിൽ പശുവിനെ കയറ്റാൻ എന്റെ യേശുവിന് കഴിയും. പ്രാണനെ തൊട്ടിട്ടില്ല, നിന്റെ കടവാരം ഇട്ടിട്ടുണ്ടായിരിക്കാം, നിന്റെ ബിസിനസ്സിനെ തൊട്ടുണ്ടായിരിക്കാം, പക്ഷേ നിന്റെ പ്രാണനെ തൊടാൻ എന്റെ ദൈവം അനുവദിച്ചിട്ടില്ല. കേസ് കൊടുക്കുകയോ എന്നാ വേണോ നീ ചെയ്തോ, പക്ഷേ തൊടാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ പറ്റത്തില്ല, ആരാധിക്കുന്നവനെ തൊടാൻ പറ്റത്തില്ല, കൃപയുള്ളവനെ തൊടാൻ പറ്റത്തില്ല, അഭിഷേകമുള്ളവനെ തൊടാൻ പറ്റത്തില്ല. ആയുസ് തന്നവൻ അവൻ ദൈവമാണ്, ജീവശ്വാസം കൊടുത്തവൻ ദൈവമാണ്. അത് എന്ന് തിരിച്ചെടുക്കണമെന്ന് തീരുമാനിക്കുന്നവൻ ദൈവമാ. കഴുകുമല ഉണ്ടാക്കി, സൂപ്പർ കഴുകുമല ഉണ്ടാക്കി, കഴുകുമല ഉണ്ടാക്കി തീർത്തു. തീർത്തവനെ അതിനകത്ത് കയറ്റി. ഇതാ ദൈവത്തിന്റെ കൈ. നീ മിണ്ടരുത്, ഒരു പ്രശ്നത്തിൽ നീ മിണ്ടരുത്. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ താണിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം കഴുകുമല തിരിക്കും. തീ കത്തുന്നു, വെന്തു പോകുന്നില്ല. തീ കത്തുന്നു, വെന്തു പോകുന്നില്ല. തീ കത്തുന്നു, വെന്തു പോകുന്നില്ല. പ്രശ്നങ്ങളുണ്ട്, മരണമില്ല. പോരാട്ടങ്ങളുണ്ട്, മരണമില്ല. യേശുവിന്റെ തീ കത്തുന്നു, തീ കത്തുന്നു, തീ കത്തുന്നു, വെന്തു പോകുന്നില്ല. 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 യേശുവിന്റെ രക്തത്താൽ ജയം. തീയാളി കത്തുന്നുണ്ട്, പക്ഷേ ഓരോവിൽ കത്തുന്ന തീയിൽ അവിടുത്തെ വൃക്ഷങ്ങൾ കത്തിച്ചാമ്പലാകുന്നില്ല. ഈ പിശാച് ഓടിത്തുടങ്ങി. പിശാച് നാടൻ കെട്ട പിശാച് ഓടിത്തുടങ്ങി. പിശാചോടി തുടങ്ങി, പിശാചോടി തുടങ്ങിയിട്ടുണ്ട്. നിന്റെ കൂടാരത്തിന് അവൻ ഇളകുന്നു.